ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബി ദ ചേഞ്ച് ദാറ്റ് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. ലോകം നന്മയുടെ വെളിച്ചത്തിലേക്ക് മാറണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അതേ വെളിച്ചത്തിൽ കുടുംബം മാറണം, സമൂഹം മാറണം, അനീതികൾ നീങ്ങിപ്പോകണം എന്ന് നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ ക്രിസ്തീയ ദർശനത്തിൽ നന്മയിലേക്കുള്ള യഥാർത്ഥ മാറ്റം സാമൂഹിക ഘടനകളിൽ മാത്രമല്ല, അത് മനുഷ്യ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. കാരണം പാപത്തിൻ്റെ മൂലകേന്ദ്രം ബാഹ്യമല്ല, അത് ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് ഹൃദയത്തിൻ്റെ ആത്മീയമായ പുനർക്രമീകരണമാണ്. നോമ്പ് ഒരു ആചാരം മാത്രമല്ല, അത് മെറ്റനോയി എന്ന ആത്മപരിവർത്തനത്തിൻ്റെ യാത്രയാണ്. ഗ്രീക്ക് പദമായ മെറ്റനോയിയുടെ അർത്ഥം മനസ്സിൻ്റെ ദിശമാറ്റം, ജീവിതത്തിൻ്റെ ദിശമാറ്റം എന്നതാണ്. അത് ആഗ്രഹങ്ങളുടെ പുനർക്രമീകരണവും സ്നേഹത്തിൻ്റെ ശുദ്ധീകരണവും ദൈവകേന്ദ്രീകൃത ജീവിതത്തിലേക്കുള്ള മടങ്ങിവരുമാണ്. ദൈവം അന്വേഷിക്കുന്നത് ഹൃദയത്തിൻ്റെ സത്യസന്ധതയാണ്. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: നിങ്ങളുടെ വസ്ത്രം കീറാതെ ഹൃദയം കീറുക, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വരുവീൻ എന്ന്. ഇവിടെ പ്രവാചകൻ വെളിപ്പെടുത്തുന്നത് ബാഹ്യചിഹ്നങ്ങളെ അതിജീവിക്കുന്ന ആത്മപരിവർത്തനത്തിൻ്റെ ആവശ്യകതയാണ്. വസ്ത്രം കീറുക എന്നത് ദുഃഖത്തിൻ്റെ പ്രതീകമായിരുന്നു. എന്നാൽ ഹൃദയം കീറുക എന്നത് സ്വയം ശൂന്യവൽക്കരിക്കപ്പെടലാണ്. ആത്മാവിൻ്റെ പുതുക്കമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ മനുഷ്യ സ്വഭാവം ക്രമേണ ദൈവസാദൃശ്യത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഇമേജ് ഓഫ് ഗോഡ് എന്ന് നാം മനസ്സിലാക്കുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നതായി നാം കാണുന്നു: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. തന്നെ താൻ ത്യജിക്കുക എന്നത് സ്വയം നിഷേധത്തിൻ്റെ സങ്കുചിത അർത്ഥമല്ല, അത് ദൈവത്തിനായി സ്വയം സഹനത്തിലേക്കുള്ള വിളി സ്വീകരിക്കലാണ്. ഇന്ന് നാം ഹൃദയം കീറുകയാണ് എങ്കിൽ നാളെ ദൈവം അതിനെ കൃപയാൽ നിറയ്ക്കും. ഇന്ന് നാം സ്വയം ശൂന്യമാക്കുകയാണ് എങ്കിൽ ദൈവം തൻ്റെ സാന്നിധ്യത്തോടെ നമ്മെ നിറയ്ക്കും. ദൈവം ഇപ്പോഴും വിളിക്കുന്നു: ഹൃദയം കീറുക, എൻ്റെ അടുക്കൽ മടങ്ങി വരിക. ഈ നോമ്പുകാലം നമ്മിൽ ഒരു ഓണ്ടോളജിക്കൽ റിന്യൂവൽ, അസ്തിത്വത്തിൻ്റെ പുതുക്കത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരു രൂപാന്തരം നമുക്ക് പ്രാപ്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.